നമസ്കാരം. അങ്ങനെ ഞങ്ങൾ പോർട്ടക്ലസിലെത്തി. ഇവിടെ വന്ന് പല സ്ഥലങ്ങൾ കാണുവാൻ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങോട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി കുരുണ്ട വില്ലേജിലെത്തി. പക്ഷേ തിരിച്ച് ഞങ്ങൾ കേബിൾ കാർ വഴിയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തെടുത്ത് വന്നത്. തിരിച്ചും നമുക്കങ്ങനെ ചെയ്യാം. അങ്ങോട്ട് കേബിളിൽ പോയിട്ട് തിരിച്ച് നമുക്ക് ട്രെയിനിനും വരാം. ഇവിടുത്തെ ക്രൊക്കഡൈൽ അഡ്വഞ്ചർ പാർക്ക് അതായിരുന്നു ഞങ്ങൾ പോയ രണ്ടാമത്തെ സ്ഥലം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രൊക്കഡൈലിനെ ഫീഡ് ചെയ്യുന്നത് കാണാം. അതുമാത്രമല്ല, അവിടുത്തെ ബോട്ട് റൈഡിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് സാഹസമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനകത്തും ക്രൊക്കഡൈലിന് ഫീഡിംഗ് ഉണ്ട്. ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ മെൽബണിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഗ്രേറ്റ് ഓഷൻ ഡ്രൈവ് പോലത്തെ ഒരു ഓഷൻ ഡ്രൈവ് ഇവിടെ ഉണ്ട്. കെയ്ൻസിൽ നിന്നും പോർട്ടക്ലേസിനും ഇടയ്ക്ക് ഒരു ഗ്രേറ്റ് ഓഷൻ ഡ്രൈവ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഫുള്ള് കടലും ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് മലകളുമാണ് നമുക്ക് ആ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. അവിടെ ഒരു ലുക്കൗട്ട് ഉണ്ട്. അതിൻ്റെ പേരാണ് റെക്സ് ലുക്കൗട്ട്. ആ വഴി പോകുന്നവർ ആ ലുക്കൗട്ട് നിർത്തി ഫോട്ടോയും വീഡിയോയും എടുക്കണം. അത് അത്രയ്ക്ക് മനോഹരമായ ലുക്കൗട്ടാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ നിർത്തിയത് താല ബീച്ച് റിസോർട്ടിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ കോക്കനട്ട് പ്ലാന്റേഷൻ വളരെയധികം കാണാൻ സാധിക്കും. അത് നല്ല സീക്വൻസിലാണ് അവരത് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. നാട്ടിലെ തെങ്ങും തോപ്പുകൾ, പക്ഷേ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവർ അറേഞ്ച് ചെയ്തതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ കാണേണ്ട ഒരു കാഴ്ചകളാണ്. അവിടെ പോയാൽ കരിക്കുകൾ കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പം അതും നേരത്തെ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ നാട്ടിലെ ഓർമ്മകളെല്ലാം തിരിച്ച് കിട്ടും. നമസ്കാരം. അങ്ങനെ ഞങ്ങൾ പോർട്ടക്ലേസിൽ നിന്ന് കെയ്ൻസിലോട്ട് വന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ കുറുണ്ട സീനിക് റെയിൽവേ, പിന്നെ അവരുടെ കേബിൾ കാർ. Hi guys, we are at Kunda and we're waiting for a train and it's going to be fun and exciting. കുറുണ്ട എന്ന് പറയപ്പെടുന്നത് ഏറ്റവും പഴക്കമുള്ള ഒരു റെയിൻ ഫോറസ്റ്റാണ്. ആമസോണിനേക്കാളും പഴക്കമുള്ള കാടുകളെന്നാണ് അവിടുത്തെ ആളുകൾ ഇത് പറയുന്നത്. രണ്ട് രീതി നമുക്ക് ആക്സസിബിളാണ്. ഒന്നിൽ നമുക്ക് അങ്ങോട്ട് സീനിക് റെയിൽവേ പോവാം, തിരിച്ച് നമുക്ക് കേബിൾ വേ വഴി വരാം, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും ചെയ്യാവുന്നതാണ്. കുറുണ്ട ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നുന്നത് അവിടുത്തെ മാർക്കറ്റാണ്. പിന്നെ അവിടുത്തെ കടകൾ, അവിടുത്തെ വൈൽഡ് ലൈഫ്, അവിടുത്തെ കൾച്ചറും ആളുകളും എല്ലാം നമുക്കൊരു പുതുമയായിട്ട് തോന്നും. കുറുണ്ട വില്ലേജിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് സ്കൈ റെയിൽ വഴിയാണ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നത്. ആ കേബിൾ കാറെ കയറുന്ന കാഴ്ചകളാണിത്.
ഏകദേശം 7.5 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള നീളം. അത്രയും നേരവും നമ്മൾ ഈ കേബിൾ കാറിലായിരിക്കും. ഇടയ്ക്കൊരു സ്റ്റോപ്പുണ്ട്. 45 മിനിറ്റ്സ് എടുക്കും നമുക്ക് പോയിൻ്റ് എ ടു പോയിൻ്റ് ബി എത്താനായിട്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. കെയ്ൻസിൽ പോകുന്നവർ തീർച്ചയായും മിസ് ചെയ്യരുത് ഈ കാഴ്ച. അത്രയ്ക്ക് രസകരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കേബിൾ കാർ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഹാർട്ട്ലീസ് ക്രൊക്കഡൈലിൻ്റെ പാർക്കിലോട്ട് പോവുകയാണ്. ഏകദേശം ഇവിടെ നിന്ന് മാപ്പ് കാണിക്കുന്നത് 2 മിനിറ്റ്സേ ഉള്ളൂ. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം.